കമ എന്നൊരക്ഷരം മിണ്ടിപ്പോരുത്. കമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരക്ഷരാണോ? രണ്ടക്ഷരല്ലേ? കായും മായും. മലയാളത്തിലേക്ക് കമ എന്ന് പറയുന്ന പ്രയോഗം എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് കടബയാതി എന്ന് പറയുന്ന ഒരു സംഖ്യ അക്ഷര സമ്പ്രദായത്തെ കുറിച്ച് നമുക്കറിയണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മാർത്താണ്ഡവർമ്മയും പാലിയത്തച്ഛനും സന്ദേശങ്ങൾ അയക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കോഡ് ഭാഷയാണ് കടബയാതി എന്ന് പറയുന്നത്. അതായത് മലയാളത്തിലെ 51 അക്ഷരങ്ങൾക്കും 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ നൽകുകയാണ് ഇവർ ചെയ്തത്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇവിടെ കായുടെ വാല്യൂ 1ഉം മായുടെ വാല്യൂ 5ഉമാണ്. അപ്പോ നമുക്ക് 15 എന്ന് കിട്ടും. ഇതിനെ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ്? 51 എന്നുള്ളതാണ്. അതായത് 51 അക്ഷരങ്ങളിൽ ഒന്നുപോലും മിണ്ടരുത് എന്നതാണ് ഇതിന്റെ അർത്ഥം. കടബയാതി ഭാഷയിൽ എഴുതിയ മറ്റു ചില വാക്കുകൾ കൂടി ഞാൻ ഇവിടെ കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് കടബയാതി ഭാഷയിൽ എഴുതി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതിന്റെ ഉത്തരം ഞാനും കടബയാതി ഭാഷയിൽ എഴുതി തിരിച്ചയക്കാം.